ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. ഈ ആഴ്ച നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത മഹാരാജ് എന്ന് പറയുന്ന ഒരു ഹിന്ദി സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഇത് വിജയ് സേതുപതി അഭിനയിച്ച മഹാരാജ എന്ന തമിഴ് സിനിമയല്ല, ഒരു നെറ്റ്ഫ്ലിക്സിൽ വന്നൊരു ഹിന്ദി ഫിലിമാണ് മഹാരാജ് എന്ന് പറയുന്നത്. അപ്പം മുന്നേ പറഞ്ഞിട്ടുള്ളതുപോലെ ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കുക. അപ്പോൾ നമുക്ക് നേരെ സിനിമയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇത് നിങ്ങൾ ഈ സിനിമയെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും കിട്ടത്തില്ല. സിനിമയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടത്തില്ല. പകരം നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് 1862 ബോംബെ ഹൈക്കോർട്ടിൽ, അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബോംബെ ഹൈക്കോർട്ടിൽ ഫയൽ ചെയ്ത മഹാരാജ ലൈബൽ കേസ് എന്ന് പറയുന്ന ഒരു കേസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ആയിരിക്കും നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇത് അന്ന് ഒരു വൈഷ്ണവരുടെ, അതായത് ഈ വൈഷ്ണവ സമുദായത്തിൻ്റെ ഒരു റിലീജിയസ് ലീഡറായിരുന്ന ജെ മഹാരാജ്, അതായത് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം ഇത്തിരി പാടാണ് ഉച്ചരിക്കാൻ, ജദുനാഥ്ജി ബ്രജ്രന്ദൻജി മഹാരാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. റിലീജിയസ് ലീഡറായിരുന്ന ഈ ജെ മഹാരാജ് ഒരു നാനാഭായ് റസ്തംജിക്കെതിരെയും കർസൻദാസ് മുൾജി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റും ഒരു സോഷ്യൽ റിഫോമറായിരുന്നു പുള്ളി. അദ്ദേഹത്തിനെതിരെ ഫയൽ ചെയ്ത ഒരു ഡെഫമേഷൻ കേസ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കിട്ടുക. അപ്പം ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വൈഷ്ണവ സമുദായത്തിനെതിരെയും ആ സമയത്തുണ്ടായിരുന്ന കുറച്ച് ആചാരങ്ങൾ, ഇവർ ഫോളോ ചെയ്തു വന്ന കുറച്ച് ആചാരങ്ങൾ, ചരൺ അതുപോലെ ചരൺ സേവ പോലുള്ള ചില ആചാരങ്ങൾക്കെതിരെ ഒരു ആർട്ടിക്കിൾ ഇദ്ദേഹം കർസൻദാസ് മുൾജി അദ്ദേഹത്തിൻ്റെ പത്രമായ സത്യപ്രകാശ് എന്ന് പറയുന്നൊരു പത്രം, സത്യപ്രകാശ് എന്ന് പറയുന്നൊരു പത്രത്തിൽ ഇതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു പുള്ളി. അപ്പം ആ ആർട്ടിക്കിൾ പുറത്ത് വന്നതുകൊണ്ട് അപ്പം അതിനെതിരെ അദ്ദേഹത്തിന് ഒരു മാനഹാനി സംഭവിച്ചു എന്നും പറഞ്ഞിട്ട് ഈ മഹാരാജ് എന്നാണ് ഈ റിലീജിയസ് ലീഡറിനെ അറിയപ്പെടുന്നത്. ഈ വല്ലഭാചാര്യ എന്ന് പറയുന്ന ഒരു റിലീജിയസ് ആളിൻ്റെ ഫോളോവേഴ്സാണ് ഈ മഹാരാജ് എന്നറിയപ്പെടുന്നത്. അപ്പം അവരാണ് ഇതിൻ്റെ റിലീജിയസ് ലീഡേഴ്സ്, ഈ വൈഷ്ണവ സമുദായത്തിൻ്റെ റിലീജിയസ് ലീഡേഴ്സായിട്ട് അറിയപ്പെടുന്നത്. അപ്പം അപ്പം അതിൽ മഹാരാജ് എന്നാണ് ഈ ഒരു ആൾ, ഈ കറണ്ട് മഹാരാജ് എന്ന് പറയുന്നത്, ആ സമയത്തുണ്ടായിരുന്ന മഹാരാജ് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്, ഈ ജെ മഹാരാജാണ്. പുള്ളിക്കെതിരെ ഈ ഒരു സമുദായത്തിനെതിരെ വന്ന ആർട്ടിക്കിൾ പുള്ളിക്ക് ഒരു മാനഹാനി ഉണ്ടാക്കി എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഫയൽ ചെയ്തൊരു കേസാണ് ഈ മഹാരാജ് ലൈബൽ കേസ് എന്ന് പറയുന്നത് 1862. അപ്പം ഈ ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ട് ഒരു റിയൽ അഡാപ്റ്റേഷനാണ് ഈ മഹാരാജ് എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സ് മൂവി, ആ സിനിമ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പം ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥ് മൽഹോത്രയാണ്. സിദ്ധാർത്ഥ് പി മൽഹോത്ര, മറ്റേ ആക്ടറല്ല, സിദ്ധാർത്ഥ് പി മൽഹോത്ര. ഇദ്ദേഹം ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ചെയ്ത സിനിമകൾ, ഹിച്ച്കി എന്ന് പറയുന്നൊരു സിനിമ പുള്ളി ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറെ ഇദ്ദേഹമാണ് കല്ലോനോഹയുടെയൊക്കെ പ്രൊഡ്യൂസറായിരുന്നു ഈ സിദ്ധാർത്ഥ് മൽഹോത്ര എന്ന് പറയുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആദിത്യ ചോപ്രയാണ്. പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് യശ്രാജ് ഫിലിംസിൻ്റെ ബാനറിലാണ് സിനിമ ഇറങ്ങിയിരിക്കുന്നത്. ഇത് നെറ്റ്ഫ്ലിക്സിലൂടെ ആയിരുന്നു ഡയറക്റ്റ് റിലീസ്. ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലെ മെയിൻ ഹീറോ ആയിട്ട് വന്നത് ഈ ടൈറ്റിൽ ക്യാരക്ടറല്ല, ഈ മഹാരാജ് എന്ന് പറയുന്ന ടൈറ്റിൽ ക്യാരക്ടറല്ല, അല്ലാതെ മെയിൻ ഹീറോ ആയിട്ട് വന്നത് അമീർ ഖാൻ്റെ മകനാണ്, ജുനൈദ് ഖാനാണ് ഇതിൽ പ്രധാന ക്യാരക്ടറായിട്ട് വന്നത്. സത്യം പറഞ്ഞാൽ ഇത് അമീർ ഖാൻ ഇത്തരത്തിലുള്ള സ്റ്റാർ കിഡിനെ, ഒരു നെപ്പോ കിഡിനെ സിനിമയിലേക്ക് അവതരിപ്പിക്കുമ്പോൾ സാധാരണ വലിയ പ്രൊമോഷൻസും ഭയങ്കര ഒരുപാട് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇത്രയും വലിയ ബാനർ ഉണ്ടായിട്ടും, യശ്രാജ് ഫിലിംസ് പോലെ വലിയൊരു ബാനറും ഉണ്ടായിട്ടും, അതുപോലെ ഇത്തരത്തിലുള്ളൊരു നെപ്പോ കിഡ് എന്നാണ് ഞാൻ പറയുന്നത്. അത് അങ്ങനെ ആണല്ലോ, നമ്മൾ ആ ഒരു ഫിലിം സ്റ്റാർസിൻ്റെ മക്കൾ ഫിലിം സ്റ്റാർസ് ആകുമ്പോഴത്തേക്ക് അത്തരത്തിലാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം അവരും അത്രയും വലിയ ബാനറിലും ഇതൊക്കെ വരുമ്പോൾ വലിയ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല. അതിന് കാരണമെന്ന് പറയുന്നത് ഈ സിനിമ ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്റ്റ് തന്നെയാണ്. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ ട്രെയിലറോ കാര്യങ്ങളോ ഒന്നും എങ്ങും പ്രോപ്പറായിട്ട് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ റിലീസ് ചെയ്തിട്ടില്ല. ഇതിനെക്കുറിച്ച് ഒരു പ്രൊമോഷൻസും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. കാരണം
പ്രധാനമായിട്ടും ഇതിനകത്ത് പറയപ്പെടുന്ന ഈ സംഭവം, അതായത് ഈ ലൈബൽ കേസിന് ആസ്പദമായിട്ടുള്ള ഈ ചരൺ സേവ, ഇതൊക്കെ എന്ന് പറയുന്നത് ആ തരത്തിലുള്ള ഈ വൈഷ്ണവ സമുദായത്തിലെ നടന്നിരുന്ന കുറേ ആചാരങ്ങളാണ്. അതിനെതിരെ അതൊക്കെ ഉള്ളതും അതൊരുപാട് സെൻസിറ്റീവായിട്ടുള്ളൊരു ടോപ്പിക്കും സെൻസിറ്റീവായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു സബ്ജക്റ്റാണ് ഈ ഒരു സിനിമ ഹാൻഡിൽ ചെയ്യുന്നത്. ഈ ചരൺ സേവ എന്നൊക്കെ പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ മഹാരാജ് ലൈബൽ കേസ് എന്നും പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പം അതങ്ങനൊരു സംഭവമാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, നിങ്ങൾ സിനിമ കണ്ടു നോക്കുക. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളൊന്നും കൊടുക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് പുള്ളി ഇത് വന്നത്. അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അമീർ ഖാൻ്റെ മകൻ അത്ര വലിയ ബാനറിൽ അത്ര വലിയൊരു ഹൈപ്പോട് കൂടി വന്നൊരു നായകനായിട്ടല്ല. ഒരു നല്ലൊരു സിനിമ, അത്യാവശ്യം നല്ലൊരു സിനിമയാണ് കേട്ടോ. പടം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് പടം എടുത്തിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഫിലിം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈവൻ ജുനൈദ് ഖാൻ്റെ ആക്ടിങ് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആവണം എന്നെനിക്ക് തോന്നി. കാരണം ഒരു അമീർ ഖാനെ പോലെ അമീർ ഖാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഹീറോയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെന്ന് പറയുമ്പോൾ നമ്മൾ അതുപോലെ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ ഫസ്റ്റ് ഫിലിം എന്നുള്ള രീതിയിൽ ഡീസൻ്റായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. എന്നാലും അത്രയ്ക്കൊരു ചില ഫേഷ്യൽ എക്സ്പ്രഷൻസോ ഇമോഷൻസോ ഒന്നും കൺവേ ചെയ്യാൻ പറ്റിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഈ സിനിമയിൽ ഞെട്ടിച്ചത് ഈ ടൈറ്റിൽ ക്യാരക്ടർ, മഹാരാജ് എന്ന് പറയുന്ന ടൈറ്റിൽ ക്യാരക്ടർ ചെയ്ത് ജയദീപ് അഹ്ലാവത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ് ജയദീപ് എന്ന് പറയുന്നത്. ജയദീപ് പാതാൾ ലോക് എന്ന് പറയുന്ന സീരീസിൽ ഹീറോ ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ടറാണ്. ഇദ്ദേഹത്തിന് തന്നെ ജാനേ ജാൻ എന്നും പറഞ്ഞ് ഇദ്ദേഹം കരീന കപൂറും കൂടെ ഉള്ള ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ മുന്നേ വന്നിട്ടുണ്ട്. ഒരു ക്രൈം ത്രില്ലറാണ്. നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണുക, നല്ലൊരു പടമാണ്. അപ്പോൾ അതും അടിപൊളിയായിട്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്ക് ആ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറൊക്കെ ചെയ്യാൻ കിടിലമാണ്. പുള്ളി ഇതിൽ മഹാരാജ് എന്ന് പറയുന്ന ജെ മഹാരാജ് എന്ന് പറയുന്ന ക്യാരക്ടർ സൂപ്പറായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് നാച്ചുറലായിട്ടാണ് ചെയ്തത്. ഒരുപാട് ഓവർ ആക്ടിങ് ചെയ്തോ അങ്ങനെയൊന്നുമല്ല, പ്രോപ്പറായിട്ട് അത് വേണ്ടുന്ന രീതിയിൽ അതേ മീറ്റർ പിടിച്ച് പുള്ളി ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഇതിൻ്റെ സെറ്റും ഇത് കുറേ സെറ്റിട്ടാണ് ചെയ്തേക്കുന്നത്. ആ ഒരു പീരീഡ് ചെയ്യുമ്പോഴത്തേക്ക് കുറേ സെറ്റിട്ടും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ട് സെറ്റൊക്കെ എനിക്ക് ഭയങ്കര കളർഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഡീസൻ്റായിട്ട് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ് ഈ മഹാരാജ് എന്ന് പറയുന്നത്, നെറ്റ്ഫ്ലിക്സിലെ മഹാരാജ് എന്ന് പറയുന്നത്. ഇതിൽ കുറേ സ്ത്രീ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ശാലിനി എന്നാണ് തോന്നുന്നു മെയിൻ നായിക. ആദ്യം ഒരു നായിക ഉണ്ടായിരുന്നു ശാലിനി എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരി ഇങ്ങനെ അർജുൻ റെഡ്ഡിയിലൊക്കെ അഭിനയിച്ച നായികയാണ്. വലിയ കുഴപ്പമില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ വേറൊരു നായിക ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ പേര് ഞാൻ മറന്നുപോയി, പേരെനിക്കറിയില്ല. ഓക്കെ, ശർവരി വാഗ് എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. ശർവരി വാഗ് എന്നാണ്. ശർവരി വാഗും ശാലിനി പാണ്ഡെയാണ് പ്രധാന നായികമാരായിട്ട് സിനിമയിൽ വന്നിരിക്കുന്നത്. പക്ഷെ പ്രധാനമായിട്ടും ഈ ഒരു ഇൻസിഡൻറ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു ഇൻസിഡൻറ്റും അതിലേക്ക് എത്തപ്പെട്ട കാര്യങ്ങളുമാണ് സിനിമ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. വളരെ നല്ലൊരു സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മറ്റുള്ളവരുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ പേഴ്സണലി എനിക്ക് കണ്ടിട്ട് എനിക്ക് സിനിമ വളരെ ഇഷ്ടപ്പെട്ടു. സിനിമ കാണുമ്പം എനിക്കൊരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പം അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായി ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്നുള്ളത്. ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് എന്തായാലും കണ്ടു നോക്കുക, നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് കമൻറ്റായിട്ട് വീഡിയോയുടെ അടിയിലൊന്ന് രേഖപ്പെടുത്തിയേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.